ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പള്ളിക്കൂദാശക്കാലം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പള്ളിക്കൂദാശക്കാലത്തിൻ്റെ അരൂപിയും ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകം 29-ാം അധ്യായം 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ രസകരമായൊരു കഥയാണ്. നിങ്ങൾക്കതറിയാം. ഈ ലാബാൻ യാക്കോബിനെ കളിപ്പിക്കുന്നൊരു കാര്യമൊക്കെയാണ്. യാക്കോബ് എന്ന് പറയുന്നത് യാക്കോബിൻ്റെ അമ്മാവനാണ് ലാബാൻ, അമ്മയുടെ ആങ്ങളെയാണ്. അപ്പോൾ ഈ യെസോവിനെ കളിപ്പിച്ച് പ്രഥമ മകൻ്റെ സ്ഥാനമൊക്കെ കൈക്കലാക്കി, പിതാവിൻ്റെ അനുഗ്രഹം കൈക്കലാക്കി അങ്ങനെ ഒളിച്ചോടുന്ന യാക്കോബ് അവൻ ചെന്നുപെടുന്നത് അവൻ്റെ അമ്മയുടെ ഉപദേശമനുസരിച്ച് ആങ്ങളയുടെ അടുത്താണ്, അമ്മയുടെ ആങ്ങളുടെ അടുത്ത്, ലാബാൻ്റെ അടുത്ത്. ലാബാൻ അതിലും വലിയ സൂത്രക്കാരനാണ്, പിന്നീട് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ കഥ ഞാനത് ഒരുപാട് വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കതറിയാം. ലാബാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ചെന്ന് യാക്കോബ് താമസം ആരംഭിക്കുന്നു. അവിടെ ലാബാന് 2 പെൺമക്കളുണ്ട്, ലേയായും അതുപോലെ റാഹേലും. ലാബാൻ ഒരുപാട് ആടുമാടുകളുണ്ട്, ഇതിനെല്ലാം മേയിക്കണം. അങ്ങനെ ഈ യാക്കോബ് ഇതിനെല്ലാം മേയിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു പ്രേമബന്ധമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും കാരണം എന്താണ്, ഈ റാഹേൽ കണ്ടാൽ നല്ല മിടുക്കിയാണ്, സുന്ദരിയാണ്, അത്രയൊന്നുമില്ല, അവരുടെ കണ്ണൊക്കെ മങ്ങിയതാണ്. വീട്ടിലൊരുപാട് പണിയൊക്കെ എടുത്ത്, ചേട്ടത്തിയല്ലേ, അടുക്കളയിലൊക്കെ ഒരുപാട് പണിയെടുത്ത് കാണും. ഏതായാലും യാക്കോബിന് ഈ ഇളയവളാണ് ലോഹ്യം. അങ്ങനെ യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി 7 കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ്, എൻ്റെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ ഇത് യാക്കോബ് തന്നെയാണ് വ്യവസ്ഥ പറഞ്ഞല്ലാതെ ലാബാനല്ല. ലാബാനോട് പറഞ്ഞു, നിൻ്റെ ഇളയ മകള് റാഹേൽ നല്ല സുന്ദരിയാണ്, അവളെ എനിക്കിഷ്ടമാണ്, അവളെ കല്യാണം കഴിച്ച് തരുവാണ് നല്ലതാണ്. പക്ഷെ അങ്ങനെ വെറുതെ ഒന്നും വേണ്ട. കാരണം എന്താണ്, ഈ ഒരുപാട് അങ്ങോട്ട് കൊടുക്കണം. നമ്മളൊക്കെ അറിയാൽ ഈ സ്ത്രീകളെ കാശ് കൊടുത്ത് മേടിക്കുന്ന പോലെയാണത് അന്നത്തെ കാലത്ത്. അതുകൊണ്ട് യാക്കോബിൻ്റെ കൊടുക്കാനൊന്നുമില്ല, പൈസ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് 7 കൊല്ലം ജോലി എടുത്തു കൊള്ളാം, ആടുകളെ മേയ്ക്കുന്ന ജോലി. ലാബാൻ പറഞ്ഞ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതേക്കുറിച്ച് പറയുന്നത്, അവളോടുള്ള സ്നേഹം മൂലം ആ 7 വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, എൻ്റെ ഭാരം ലഘുവാണെന്നൊക്കെ പറയുന്ന അർത്ഥം എന്താണ്? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിനക്കിതൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നുകയില്ല. എൻ്റെ കൂടെ നടക്കാനായിട്ട്, എൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനായിട്ട് നിനക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ റാഹേലിനുള്ള സ്നേഹം മൂലം ആ 7 വർഷങ്ങൾ അവന് ഏതാനും നാളുകളായിട്ട് തോന്നി, പെട്ടെന്ന് അങ്ങ് കടന്നുപോയി. കാരണം എന്താണ്, ഇവനിങ്ങനെ ഈ ആടിനെ മേയ്ക്കാൻ പോകുമ്പോഴെല്ലാം റാഹേലിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ലാബാൻ കാണാതെ ഇച്ചിരി വർത്താനമൊക്കെ പറയുമല്ലോ. അങ്ങനെയൊക്കെ പറയുന്ന ആ രീതി ആയതുകൊണ്ട് ഈ 7 വർഷം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞുപോയി. എത്ര എളുപ്പമായിരുന്നു ഈ യാക്കോബിൻ്റെ ജോലി എന്ന് നോക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിട്ട് മാറും, ഭാരമായിട്ട് മാറും. ഇഷ്ടമുള്ളതാണെങ്കിലോ ഒരു വിഷമവും ഇല്ല, നമ്മൾ പെട്ടെന്ന് ചെയ്യുമല്ല. അപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു, പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി, എനിക്കെൻ്റെ ഭാര്യയെ തരിക, ഞാൻ അവളോട് ചേരട്ടെ. ലാബാൻ നാട്ടിലുള്ളവരെല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി. രാത്രിയായപ്പോൾ അവൻ തൻ്റെ മകൾ ലേയായെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അവൻ അവളോടുകൂടെ ശയിച്ചു. ലാബാൻ ലേയായ്ക്ക് പരിചാരികയായി തൻ്റെ ഒരു അടിമയായ സിൽഫായെ കൊടുത്തു. നേരം വെളുത്തപ്പോൾ ലേയായാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ലാബാനോട് പറഞ്ഞു, എന്ത് പണിയായി ചെയ്തത്? അപ്പോൾ റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത്, എന്നിട്ട് എന്നെ ചതിച്ചെന്തിനാ ചേട്ടത്തിയെ കൊണ്ടെത്തതെന്ന് ലാബാൻ പറഞ്ഞു. അതെ, മൂത്തവള് നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുന്ന പതിവൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല. അല്ല, മൂത്തവള് നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇളയവളെ കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് വേറെ മാർഗമൊന്നുമില്ല. ഞാൻ നിന്നെ കളിപ്പിച്ചെന്ന് നിനക്ക് തോന്നും, പക്ഷേ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നീ അവളുടെ മറ്റേ ഇളവളുടെ കൂടെ നടക്കാൻ പാടില്ലായിരുന്നല്ലോ. അത് ശരിയല്ല. എന്നിട്ട് പറയുകയാണ്, ഇവളുടെ വിവാഹ വാരം പൂർത്തിയാകട്ടെ, അതിനുശേഷം ഇളയവളെ നിനക്ക് തരാം. അന്നിപ്പോൾ പല ഭാര്യമാരൊക്കെ സാധാരണമാണ്. അതുകൊണ്ട് പറയാണ്, ലേയായുടെ കല്യാണത്തിൻ്റെ ആ ആഘോഷം കഴിയട്ടെ, അത് കഴിയുമ്പോൾ മറ്റുള്ളവരെ തന്നേക്കാമെന്ന് പറഞ്ഞു. 7 വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേല ചെയ്യണം. അപ്പോൾ 7 വർഷം ലിയായ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തായിട്ട് കൂട്ടണം. അവളെ കല്യാണം കഴിക്കുന്ന കാശ് കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് ലേയായ്ക്ക് വേണ്ടി കാശ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് 7 വർഷം പണിയെടുത്ത് അവളുടെ അക്കൗണ്ടിൽ കൂട്ടുന്നു. ഇനി റാഹേലിനെ കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ പണിയെടുക്കണം, 7 വർഷം കൂടി. യാക്കോബ് സമ്മതിച്ചു. കാരണം യാക്കോബിന് എങ്ങനെയെങ്കിലും റാഹേലിനെ കല്യാണം കഴിക്കണമെന്നുള്ളതാണ്. ഏത് കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാണ്. അങ്ങനെ അവൻ സമ്മതിച്ചു. വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി. എന്ന് പറഞ്ഞാൽ
പിന്നെ 7 വർഷം കാത്തിരിക്കേണ്ടി ഒന്നും വന്നില്ല റാഹേലിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ. മറ്റേ ലെയായുടെ കല്യാണം അവളുടെ ആഘോഷം കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. തൻ്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയെ നൽകി. അങ്ങനെ 2 ഭാര്യമാർ, ചേട്ടത്തി അനിയത്തി, അവർക്ക് 2 പരിചാരികമാർ, അങ്ങനെ 4 പേര്. യാക്കോബ് റാഹേലിൻ്റെ കൂടെയും ശയിച്ചു. അവൻ ലെയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ച് 7 വർഷം കൂടി അവൻ ലാബാൻ്റെ കീഴിൽ വേല ചെയ്തു. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മൾ ഈ സ്വർഗപ്രവേശനത്തെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇടയ്ക്ക് ചില ചതികളൊക്കെ നമുക്ക് പറ്റും. പക്ഷേ അപ്പോഴും ദൈവത്തെ പഴിച്ചുകൊണ്ട് നടക്കും. വേണമെങ്കിൽ ലാബാനെ നാല് തെറിയൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം റാഹേലിനെ കൂട്ടി പോകാമായിരുന്നു വേണമെങ്കിൽ യാക്കോബിന്. അതൊന്നും അല്ല അവൻ ചെയ്യുന്നത്. കാര്യം ശരിയാണ്, എൻ്റെ അമ്മാവനെന്നെ പറ്റിച്ചു, പക്ഷേ എങ്കിലും ഞാൻ അങ്ങനെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് അവൻ വീണ്ടും ജോലി എടുക്കുകയാണ് 7 വർഷം കൂടെ. അങ്ങനെ 14 വർഷം ജോലിയെടുത്ത് സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുകയാണ്, അല്ലെ പുരുഷധനം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങോട്ട് കൊടുത്ത് 2 പേരെയും കല്യാണം കഴിച്ച്. പിന്നെ അവന് ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടായി നമുക്കറിയാം. പിന്നീട് എങ്ങനെയാണ് ലാബാൻ്റെ അടുത്തുനിന്ന് അവൻ പോകുന്നതൊക്കെ അറിയാം. ഒളിച്ചോടുകയാണ് ചെയ്തത്. കാരണം എന്താണ്, ലാബാൻ ഒരുപാട് ഇവനെ ഇനിയും പറ്റിക്കുമെന്നുള്ള ചിന്തയിൽ. എങ്കിലും ഇത് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള പറ്റിക്കപ്പെടലുകളൊക്കെ ഉണ്ടാകും. നമ്മൾ അധൈര്യപ്പെടരുത്. കാരണം എന്താണ്, ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി നമ്മൾ മനസ്സിലാക്കി ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. 7 വർഷം അത്ര എളുപ്പമല്ല, പക്ഷേ പണിയെടുത്തു അവൻ. 7 വർഷം, ആദ്യത്തെ 7 വർഷം ഈ റാഹേലിന് സ്വപ്നം കണ്ടുകൊണ്ട് എല്ലാ ദിവസവും. രണ്ടാമത്തെ 7 വർഷമായപ്പോഴത്തേക്കോ അവൻ റാഹേൽ കൂടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ദൈവികമായ ചൈതന്യം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും പിന്നെ പോകാത്ത രീതിയിൽ. പക്ഷേ പിന്നീട് നമുക്കറിയാം, ഈ റാഹേൽ ആണാദ്യം മരിച്ചത്. പോകുന്ന വഴിയിൽ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക് പോകുന്ന വഴിക്ക് എവിടെ വെച്ചാൽ മരിച്ചത്? റാഹേൽ മരിച്ചത് അത് ബെഞ്ചമിനെ പ്രസവിക്കുന്നതോട് കൂടിയിട്ട് റാഹേൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റാമായിൽ, ബേത്ലഹേമിനടുത്തുള്ള റാമായിൽ വെച്ചാണ് അവൾ മരിക്കുന്നത്. അങ്ങോട്ടുള്ള ജെറൂസലേമിലേക്കുള്ള വഴിയിൽ അവിടെ അടക്കുകയും ചെയ്തു. അതാണ് പിന്നീട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയും, റാമായിൽ നിന്നൊരു വിലാപസ്വരം ഞാൻ കേട്ടു, റാഹേൽ അവളുടെ മക്കളെ പ്രതി വിലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഹെരോദേസ് രാജാവ് ഈശോയടക്കം കൊല്ലാൻ വേണ്ടി 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊല്ലാനുള്ള ഓർഡർ കൊടുക്കുമ്പോൾ സുവിശേഷം പറയുന്നതാണ്, റാമായിൽ ഞാനൊരു വിലാപസ്വരം കേട്ടു. ഈ റാഹേൽ, യാക്കോബ് സ്നേഹിച്ചിരുന്ന റാഹേൽ ആദ്യം മരിച്ചുപോയി. ഇതും സംഭവിക്കാം. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ മരിച്ചെന്ന് വരാം. പക്ഷേ എങ്കിലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വായന തെസ്സലോനിക്ക ലേഖനം, 2-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പൗലോസ് പറയുന്ന എന്താണ്? അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിടങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിൽ നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ടു, കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായൊരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഞാനിങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ ഈശോയിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. സഹോദരെ, നന്മ പ്രവർത്തിക്കുന്നവരിൽ നിരുത്സാഹരാകരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് വല്ലതൊക്കെ കിട്ടി ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കൊരു മാതൃക തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ അലസരായിരുന്നില്ല. ആരിൽ നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ടു, കഠിനാധ്വാനം ചെയ്തു. ഇത് ഈ പറയുന്ന സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വൈദികർ, സന്യസ്തർ, മിത്രാന്മാർ, ഇവർക്കെല്ലാം ഇത് ബാധകമാണ്. ഞാനൊരു മിത്രാനാണ്. ഈ രൂപതയുടെ തലപ്പത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എൻ്റെ കൂടെയുള്ളവർക്ക് ഒരു മാതൃക കൊടുക്കാനായിട്ട് ഞാൻ മിനിമം കൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് വലിയൊരു പ്രചോദനമാകും. ഇതാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് വെറുതെ അലസരായിരുന്നു ബാക്കിയുള്ളവരെ കണ്ട് എല്ലാം ചെയ്യിച്ച് ജീവിക്കരുത്.
അതല്ല നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത്. വീട്ടിലാണെങ്കിൽ കുടുംബനാഥൻ ഒന്നും ചെയ്യാതെ ഭാര്യയെ കൊണ്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ടും ജോലി എടുപ്പിച്ച് ജീവിക്കുന്ന സ്വഭാവം ശരിയല്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ മഠത്തിലായാലും ആശ്രമത്തിലായാലും രൂപതയിലായാലും എല്ലാം ബഹളം വെക്കുന്നവരുണ്ട്, വൈദികരും സന്യസ്തരുമൊക്കെ. അത് ശരിയല്ല എന്നാണ് പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു മാതൃക തരാൻ വേണ്ടിയിട്ടാണ്. ഈ മാതൃകയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് ഈ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും സ്വർണ്ണച്ചേനയും പിന്നെ എന്താണ് ആടും മാഞ്ചിയും കൃഷി ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നോട്ട് ഇരട്ടിപ്പും അല്ലെ സ്വർണ്ണം എന്താണ് വെളുപ്പിക്കാൻ കൊടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ്. എന്നിട്ട് പറ്റിക്കപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം എന്തോരം പേരാണ് ഈ കംബോഡിയ പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് സൈബർ തട്ടിപ്പുകാരുടെ കൂടെ പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ കേരളക്കാർക്ക് മാത്രം കൂടുതൽ പറ്റുന്നത്? നമുക്ക് ഇത്രയൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് പണം ഉണ്ടാകണം, വലിയ അധ്വാനം കൂടാതെ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. കാരണം അവർക്കറിയാം അധ്വാനിച്ചാൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു ജീവിതാവസ്ഥയിലുള്ളവർക്കും ഈ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാകണം. അത് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആയിരിക്കുകയില്ല. ചിലർക്ക് ശാരീരികമായിട്ടുള്ള അധ്വാനം, ചിലർക്ക് മാനസികമായിട്ടല്ലെങ്കിൽ എഴുതാൻ, അങ്ങനെ ബൗദ്ധികമായിട്ടുള്ള ഏതായാലും അങ്ങനെ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ളവർക്ക് ഈ പള്ളിക്കുദാശക്കാലത്തിൻ്റെ അരൂപിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മൾ പറയുന്നത്. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. കഥ നമുക്കറിയാം. കർത്താവ് പറഞ്ഞ ഉപമ അവിടെ എന്താണ്? ഈ 5ഉം 2ഉം 1 കൊടുത്തു വിട്ടു. ഓരോരുത്തരും ഈ ആദ്യം കിട്ടിയ 2 പേരും അവർ കച്ചവടമൊക്കെ ചെയ്ത് ഇരട്ടിയാക്കി. മറ്റവൻ എന്താ ചെയ്തത്? കുഴിച്ചിട്ടു. എന്നിട്ടോ ഈ രാജാവ് തിരിച്ചു വന്നപ്പോൾ ആദ്യമുള്ളവർ ചെന്ന് ഞങ്ങൾ യജമാനെ ഞങ്ങളിതാ ഇരട്ടി സമ്പാദിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ചെയ്തു, നിങ്ങൾ ഇത്രയും രാജ്യത്തിൻ്റെ അല്ലെ നാടിൻ്റെ ഭരണകർത്താക്കളാവുക. അവസാനം 1 കിട്ടിയവൻ ചെന്നിട്ട് അവൻ പറയുകയാണ്, നീ എനിക്ക് 1 തന്നുള്ളൂ. അതുകൊണ്ട് ഞാനതുകൊണ്ട് കുഴിച്ചിട്ടു. കാരണം എന്താണ്? നീ ഭയങ്കരനാണ്, മഹാദുഷ്ടനാണ്, അതുകൊണ്ട് എനിക്ക് പേടിയായി. ഞാനെങ്ങനെ ഒരു താലന്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് നഷ്ടപ്പെട്ട പിന്നെ എങ്ങനെ തരും? നീ എന്നെ ശിക്ഷിക്കുമെന്ന് എനിക്കറിയാം. അപ്പം ഇയാൾ ചോദിക്കുകയാണ്, ഇതൊന്നും വേണ്ട, പലിശക്ക് കൊടുക്കാൻ മേല, ഒന്നും ചെയ്യണ്ടായിരുന്നല്ലോ, എങ്കിൽ ആ പലിശ സഹിതം ഞാൻ വാങ്ങിക്കലായിരുന്നു, മടിയൻ. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ 2ഉം കൂടെ. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനായ പ്രവൃത്തിയ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. അതായത് ഈ 3ഉം 2ഉം കിട്ടിയവർ അവർക്ക് എന്താണ് അവർ പറയും? നിങ്ങൾ അല്പകാര്യങ്ങൾ വിശ്വസ്തരായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കിട്ടുന്ന ഏത് ചെറിയ ജോലിയാണെങ്കിലും അതിൽ നമ്മൾ വിശ്വസ്തരാണോ തീർച്ചയായിട്ടും നമുക്ക് അതിലൊക്കെ ഉയർന്ന ജോലികൾ കിട്ടും. യാതൊരു സംശയവും വേണ്ട. വിശ്വസ്തയോടെ ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ വിശ്വസിച്ച് പല കാര്യം ഏൽപ്പിക്കുക. വിശ്വസ്തത കാണിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസം തോന്നുകയില്ല. പലരും വന്ന് പറയും, എനിക്ക് എന്നെ മാത്രം തഴഞ്ഞിടുകയാണ്, എനിക്ക് പ്രമോഷൻ തരുന്നില്ല. പ്രമോഷൻ തരാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിലിരിപ്പ് തന്നെ കാരണം, വേറൊന്നുമല്ല. ഒരു കാര്യവും നമ്മൾ കൃത്യമായിട്ട് ചെയ്യില്ല. ഇനി നമ്മുടെയൊക്കെ സംവിധാനത്തിൽ ചിലപ്പോൾ ഈ രാഷ്ട്രീയ സംവിധാനത്തിലൊക്കെ തഴഞ്ഞൊക്കെ ഇടാം, അത് വേറെ പ്രശ്നം. എങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ കയറിപ്പോകാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലും വിശ്വസ്തയോടുകൂടി ജീവിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയുണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഇല്ലാത്തവനിൽ ഉള്ളതുപോലെ എടുക്കുന്ന അതൊരു ഭയങ്കര അനീതിയല്ല. കാരണം അവനുള്ളത് കൊണ്ട് അവൻ വ്യാപാരം ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവം തരുന്ന കഴിവുകളെ നമ്മൾ വിനിയോഗിച്ച് കഴിയുമ്പോഴാണ് ദൈവം നമുക്ക് കൃപ തരുന്നത്, നമ്മളെ ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ പള്ളിക്കുദാശക്കാലത്ത് നമുക്ക് ഓർക്കാം, ദൈവം തരുന്ന കഴിവുകളെ എത്ര ചെറുതായിരുന്നാലും വിശ്വസ്തയോട് കൂടിയിട്ട് അതിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. അല്ലെങ്കിൽ ഉള്ളത് കൂടി ഇല്ലാതായി പോകും. ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദാനമുണ്ട്, നമ്മൾ നിരന്തരമായിട്ട് അധ്വാനിക്കണം. ഈ ദൈവികമായ ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇടുങ്ങിയ വാതിലൂടെ തന്നെ പ്രവേശിച്ചേ മതിയാകും. ഈശോ മിശിഹായ്ക്ക്